ഗിഫാർ ഗോത്രത്തിന്റെ തലവനായ വളരെ നേരത്തെ തന്നെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച വലിയ സമ്പന്നനായ പ്രമുഖ സ്വഹാബിയായിരുന്നു മഹാനായ അബൂദരിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദരിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിലാൽ തങ്ങളുമായിട്ട് എന്തോ തർക്കം നടക്കുന്നുണ്ട്. തർക്കത്തിനിടയിൽ അറിയാതെ നാവിൽ നിന്നും വന്നുപോയി യബ്ന സൗദ, ഓ കറുത്ത പെണ്ണിന്റെ മോനെ എന്ന്. ബിലാൽ തങ്ങൾക്ക് വല്ലാത്ത വിഷമായി. നിറത്തിന്റെ പേരിൽ താൻ അനുഭവിച്ച വേദന ഒട്ടനവധിയാണ്. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ മഹാനാണ് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. പരാതിയുമായിട്ട് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അരികിലേക്ക് പോയി. പരാതി പറഞ്ഞപ്പോൾ നബിയുടെ മുഖം ചുവന്നു, ദേഷ്യപ്പെട്ടു. അബൂദറിനെ വിളിക്കാൻ പറഞ്ഞു. എന്താണ് അബൂദറെ ഞാൻ ഈ കേൾക്കുന്നത്? ആ ജാഹിലിയത്തിന്റെ സംസ്കാരം ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ? പിറ്റേ ദിവസം സുബഹി ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ തങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിലെ വഴിയിൽ കിടക്കുന്നു അബൂദർ തങ്ങൾ. കണ്ടയുടനെ ബിലാൽ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂദർ നിങ്ങൾ ഇവിടെ കിടക്കുന്നത്? ഇന്നലെ അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അറിയാതെ വന്നു പോയതാണ്. നിങ്ങളെ ആ കാല് കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ചവിട്ടി വേണം പള്ളിയിലേക്ക് പോവാൻ. എൻ്റെ കൽബിനെ ശുദ്ധിയാക്കി തരണമെന്ന് അബൂദർ കേണപേക്ഷിച്ച് പറയുന്നുണ്ട്. പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, അത് ഇന്നലെ പൊരുത്തപ്പെട്ടതല്ലേ, നിങ്ങൾ എഴുന്നേൽക്ക്. അബൂദർ തങ്ങൾ എഴുന്നേൽക്കുന്നില്ല. ഒരിക്കലും ഞാൻ ചവിട്ടില്ല, നിങ്ങൾ എൻ്റെ നേതാവാണ്. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ തങ്ങൾ ചവിട്ടിയെന്ന് പറയാൻ അബൂദർ തങ്ങളെ കവിളിൽ ബിലാൽ തങ്ങളെ കാല് കൊണ്ടൊന്ന് തൊട്ടിട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുഖത്ത് ചുംബനം കൊടുത്തിട്ട് രണ്ടാളും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ സൃഷ്ടിക്കുകയായിരുന്നു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.